1954 സെപ്റ്റംബർ മാസം 4-ാം തീയതി സാന്റിഗോ എയർലൈൻസിന്റെ ഫ്ലൈറ്റായ ഫ്ലൈറ്റ് 513 ജർമ്മനിയിലെ ആക്കനിൽ നിന്നും ബ്രസീലിലെ പോർട്ടോ അലോഗ്രയിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഏകദേശം 18 മണിക്കൂർ കൊണ്ട് ബ്രസീലിൽ എത്തേണ്ടതാണ്. എന്നാൽ അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിലൂടെ പറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ വിമാനം അപ്രത്യക്ഷമാകുകയാണ്. 1.5 വർഷമാണ് ആ വിമാനത്തിന് വേണ്ടി അന്വേഷണം നടന്നു എന്ന് പറയപ്പെടുന്നത്. ഈ 1.5 വർഷത്തിന്റെ ആദ്യ കാലയളവിൽ നഷ്ടപ്പെട്ട വിമാനത്തെ പറ്റിയും പിന്നീട് വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ എങ്ങാനും കണ്ടെത്താൻ സാധിക്കുമോ എന്നതിനെക്കുറിച്ചും അന്വേഷണം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. 1989 ഒക്ടോബർ മാസം 12-ാം തീയതി, അതായത് ഈ വിമാനം പറന്നുയർന്ന് 35 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഈ സമയത്ത് ബ്രസീലിലെ പോർട്ടോ അലേഗ്രോ എയർപോർട്ടിന്റെ സമീപത്തായി ഒരു വിമാനം കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കാണുകയാണ്. എയർപോർട്ട് അധികൃതർ വ്യക്തമായി നോക്കിയ സമയത്ത് പണ്ട് കാണാതെ പോയ സാന്റിഗോ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് 513 ആണ് ആ വിമാനമെന്ന് തിരിച്ചറിയുകയാണ്. ഈ വിമാനത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ ആ എയർപോർട്ടിൽ നിന്നും നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ഈ വിമാനത്തിൽ നിന്നും മറുപടി ഒന്നും ലഭിക്കുന്നില്ല. പക്ഷേ ഈ വിമാനം കൃത്യമായി തന്നെ ഈ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുകയാണ്. പക്ഷേ ഈ വിമാനത്തിൽ നിന്നും മറുപടി ഒന്നും ലഭിക്കാത്തത് കൊണ്ട് എയർപോർട്ട് അധികൃതർ എന്തായാലും അവരുടെ സൗകര്യങ്ങൾ ഉപയോഗിച്ച് ആ വിമാനം തുറന്നു നോക്കുകയാണ്. പക്ഷേ ആ വിമാനം തുറന്നു നോക്കിയപ്പോൾ അവരെ ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു ആ വിമാനത്തിനുള്ളിൽ കാണാനുണ്ടായിരുന്നത്. 88 യാത്രക്കാരും 4 ക്രൂ അംഗങ്ങളുമായി യാത്ര തിരിച്ച ആ വിമാനത്തിൽ അന്ന് എയർപോർട്ട് അധികൃതർക്ക് കാണാൻ സാധിച്ചത് 92 അസ്ഥികൂടങ്ങളായിരുന്നു. കാര്യമായ പരിക്കുകളൊന്നുമില്ലാത്ത, എന്നാൽ ഇരിക്കുന്ന രൂപത്തിൽ കാണാൻ സാധിക്കുന്ന രീതിയിലുള്ള അസ്ഥികൂടങ്ങളാണ് എയർപോർട്ട് അധികൃതർക്ക് അന്ന് കാണാൻ സാധിച്ചത്. കോക്പിറ്റിൽ നോക്കിയ സമയത്ത് പൈലറ്റും കോ പൈലറ്റും വിമാനങ്ങൾ നിയന്ത്രിക്കുന്ന രീതിയിൽ ഇരിക്കുന്ന ഒരു രൂപമാണ് അവർക്ക് കാണാൻ സാധിച്ചത്. അതും അസ്ഥികൂടം തന്നെയായിരുന്നു. എന്നാൽ ഈ വാർത്ത ലോകവ്യാപകമായി പ്രചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് ആളുകൾക്കൊന്നും മനസ്സിലാവുന്നില്ല. സമാന രീതിയിലുള്ള മറ്റൊരു സംഭവവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 1955 ജൂൺ മാസം 2-ാം തീയതി ന്യൂയോർക്കിൽ നിന്ന് മയാമിയിലേക്ക് പറന്ന പാൻ അമേരിക്കൻ ഫ്ലൈറ്റ് 914ഉം സമാന രീതിയിലുള്ള ഒരു അനുഭവത്തിലൂടെ കടന്നുപോയ ഫ്ലൈറ്റ് തന്നെയായിരുന്നു. എന്നാൽ പലപ്പോഴും നുണകൾ ലോകം ചുറ്റി വരുമ്പോഴേക്കും സത്യം ചെരുപ്പിടാൻ തുടങ്ങാറേ ഉള്ളൂ എന്നെല്ലാം പറയാറുണ്ട്. അതുപോലെ തന്നെയാണ് ഈ 2 സംഭവങ്ങളുടെയും വസ്തുതകൾ. എന്നാൽ പലപ്പോഴും മലയാളം യൂട്യൂബ് ആവട്ടെ, ഇംഗ്ലീഷ് യൂട്യൂബ് ആവട്ടെ, നമ്മൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഈ സംഭവത്തെ വളരെ ആധികാരികമായി പ്രസന്റ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ പലപ്പോഴും നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമുള്ള ഈ സംഭവത്തിന്റെ യഥാർത്ഥ സത്യാവസ്ഥ എന്താണ് എന്നാണ് ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. 1955 ജൂൺ മാസം 2-ാം തീയതി ഫ്ലോറിഡയിൽ നിന്നും മയാമിയിലേക്ക് പറന്ന പാൻ അമേരിക്കൻ ഫ്ലൈറ്റായ 914നും സമാന രീതിയിലുള്ള ഒരു അനുഭവം ഉണ്ടായി എന്ന്, അല്ലെങ്കിൽ ആ രീതിയിലൊരു വാർത്തകൾ പ്രചരിച്ചു എന്ന് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. ആ സംഭവം ഇങ്ങനെയാണ്. 55 യാത്രക്കാരുമായിട്ടാണ് ഈ വിമാനം യാത്ര തിരിക്കുന്നത്. എന്നാൽ യാത്രാമധ്യേ ഈ വിമാനം അപ്രത്യക്ഷമാവുകയാണ്. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം, കൃത്യമായി പറഞ്ഞാൽ 1985 മാർച്ച് മാസം 9-ാം തീയതി ഈ വിമാനം വെനസ്വേലയിലെ ഒരു എയർപോർട്ടിൽ പ്രത്യക്ഷപ്പെടുകയാണ്. പക്ഷേ മുൻപ് പറഞ്ഞ കഥയിൽ നിന്നും ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട്. എയർപോർട്ട് അധികൃതർ ഈ വിമാനത്തിന്റെ പൈലറ്റിനോട് സംസാരിക്കുന്നുണ്ട്, വിമാനം ഇറക്കാനുള്ള അനുവാദം കൊടുക്കുന്നുണ്ട്. എന്തായാലും ഈ പൈലറ്റ് വിമാനം ഇറക്കുന്ന സമയത്ത് ഇവരോട് ചോദിക്കുന്നത് ഇത് ഏത് വർഷമാണ് എന്നാണ്. ഈ സമയത്ത് കൃത്യമായ വർഷം പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവർക്ക് മനസ്സിലാവുന്നു ഇവർ യാത്ര തിരിച്ച് ഏകദേശം 34-35 വർഷങ്ങൾ കഴിഞ്ഞാണ് ലാൻഡ് ചെയ്തിരിക്കുന്നത്. ഈ വിമാനം ലാൻഡ് ചെയ്ത് അവിടെ നിൽക്കാതെ വീണ്ടും പറന്നുയർന്ന് എങ്ങോട്ടെന്നില്ലാതെ പോവാണ്. അതായത് മുൻപ് പറഞ്ഞ കഥയിൽ നിന്നും വ്യത്യസ്തമായി ഈ വിമാനത്തിലുള്ള ആളുകൾക്കെല്ലാം ജീവൻ ഉണ്ടായിരുന്നു. അവർ വിമാനത്താവളത്തിലെ അധികൃതരുമായി സംസാരിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കഥകൾ ഇങ്ങനെ പ്രചരിച്ച സമയത്ത് ഇതിനെ ശാസ്ത്രവുമായി കൂട്ടിക്കെട്ടി വിശദീകരിക്കാനുള്ള ആളുകളുടെ ഒരു കുത്തൊഴുക്ക് തന്നെയായിരുന്നു പിന്നീട് കണ്ടത്. ടൈം ട്രാവലും ഐൻസ്റ്റീന്റെ ഫീൽഡ് ഇക്വേഷനും സ്പേസ് ടൈമും, എന്തിന് ഐൻസ്റ്റീൻ റോസൻ വേം ഹോൾ പോലും ഇതിലെ കഥാപാത്രങ്ങളായി കടന്നു വരികയാണ്. ശാസ്ത്രീയപരമായി ആളുകൾ ഇതിനെ വിശദീകരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പലപ്പോഴും ലോകത്തുള്ള ഒരു വിധത്തിൽപ്പെട്ട എല്ലാ മനുഷ്യന്മാർക്കും വിമാനം കാണുമ്പോൾ വലിയ ഇഷ്ടമാണ്. ജെറ്റ് വിമാനം എന്ന് പറഞ്ഞ് പുറത്തിറങ്ങി നമ്മൾ ഇപ്പോഴും ആകാശത്തേക്ക് നോക്കുന്ന പോലെ തന്നെ വിമാനത്തിനെ കുറിച്ചുള്ള കഥകളെല്ലാം കേട്ടാൽ അത് വിശ്വസിക്കാനാണ് ആളുകൾക്ക് നല്ല താല്പര്യം. അതുകൊണ്ട് തന്നെ ആവാം ഈ കഥകൾ ലോകവ്യാപകമായി പ്രചരിച്ച അവസരങ്ങളിലൊന്നും ഇതിന്റെ സത്യം അന്വേഷിച്ച് അധികം ആളുകളൊന്നും പോയിട്ടില്ല. വളരെ കുറഞ്ഞ വിഭാഗം സത്യാന്വേഷികൾ മാത്രമാണ് ഇതിന്റെ സത്യം അന്വേഷിച്ച് കണ്ടെത്തുകയും അത് പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുകയും ചെയ്തത്. എന്നാൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ സത്യം ചെരുപ്പിട്ട് വന്നപ്പോഴേക്കും നുണ ലോകം ചുറ്റി വന്നിരുന്നു. നമ്മൾ എന്തായാലും മുകളിൽ പറഞ്ഞ 2 കഥകളും കൃത്യമായി വിമാനത്തിന്റെ പേരും സമയവും യാത്രക്കാരുടെ എണ്ണവും എല്ലാം വെച്ച് വളരെ വിശ്വാസയോഗ്യമായി റിപ്പോർട്ട് ചെയ്യുന്നത് വീക്ക്ലി വേൾഡ് ന്യൂസ് എന്ന് പറയുന്ന ഒരു തുക്കട പത്രമാണ്. അവർ വ്യാജവാർത്ത നിർമ്മിക്കുന്നതിൽ നല്ല പ്രാഗൽഭ്യം നേടിയിട്ടുള്ള ആളുകളാണ്.
അതുകൊണ്ട് തന്നെ ആ പത്രം അധിക കാലമൊന്നും പ്രവർത്തിച്ചിട്ടില്ല. വളരെ പെട്ടെന്ന് തന്നെ പൂട്ടിക്കെട്ടി. ഇപ്പോൾ വളരെ ചെറിയൊരു വെബ്സൈറ്റ് ആയിട്ട് പ്രവർത്തനം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഏറ്റവും അത്ഭുതകരമായ കാര്യം എന്ന് പറയുന്നത് അവർ അന്ന് നിർമ്മിച്ച വ്യാജ വാർത്ത ഇന്നും ലോകവ്യാപകമായി പ്രചരിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നത് തന്നെയാണ്. വളരെ വിശ്വാസയോഗ്യമായി വാർത്ത കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവർ വിമാനത്തിന്റെ ചിത്രമെല്ലാം ബ്ലറായിട്ട് കൊടുത്തിരുന്നു. എന്നാൽ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത് PWA എയർലൈൻസിന്റെ ഒരു വിമാനത്തിന്റെ ചിത്രം പണം കൊടുത്തു വാങ്ങിയാണ് അവർ ആ വാർത്ത നിർമ്മിച്ചിരിക്കുന്നത്. അതായത് യഥാർത്ഥത്തിൽ കാണാതെ പോയി എന്ന് പറയപ്പെടുന്ന വിമാനത്തിന്റെ ചിത്രം പോലുമല്ല അവർ ആ വാർത്ത നിർമ്മിക്കാൻ വേണ്ടി കൊടുത്തിരുന്നത്. അതുമാത്രമല്ല, നമ്മൾ മുകളിൽ പറഞ്ഞ ആ തുക്കട മാധ്യമം റിപ്പോർട്ട് ചെയ്ത വാർത്തകളുടെ ഒരു വരി പോലും ലോകത്തിലെ ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള മാധ്യമവും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇങ്ങനെ ഒരു വിമാനം കാണാതെ പോയെന്നോ, ഇങ്ങനെ ഒരു വിമാനം അപകടത്തിൽപ്പെട്ടെന്നോ, ഇങ്ങനെ ഒരു വിമാനം യാത്ര തിരിച്ചു എന്നോ യാതൊരു വിവരവും നമുക്ക് ഇന്റർനെറ്റിൽ എന്നല്ല എവിടെ തിരഞ്ഞാലും കാണാൻ സാധിക്കുന്നതല്ല. കാരണം അങ്ങനെ ഒരു വിമാനം യാത്ര തിരിച്ചിട്ടുമില്ല, അങ്ങനെ ഒരു വിമാനം കാണാതെ പോയിട്ടുമില്ല. കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അമേരിക്ക വിമാനാപകടങ്ങളെക്കുറിച്ച് ഔദ്യോഗികമായി പഠിക്കാൻ വേണ്ടി രൂപീകരിച്ച ഇൻവെസ്റ്റിഗേഷൻ ഇൻടു എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ്സ് എന്ന് പറയുന്ന റിപ്പോർട്ടുണ്ട്. അതിൽ 1934 മുതൽ 1985 വരെയുള്ള ഡാറ്റ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു വിമാനത്തിനെ കുറിച്ചുള്ള യാതൊരു കാര്യവും നമുക്ക് കാണാൻ സാധിക്കുന്നതുമല്ല. അതായത് ഒഫീഷ്യലായി എവിടെയും റെക്കോർഡ് ചെയ്യപ്പെടാത്ത ഒരു വ്യാജ വാർത്ത മാത്രമാണ് ഇത് എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം നമുക്ക് പറയാൻ പറ്റുന്നതാണ്. മേൽപ്പറഞ്ഞ റിപ്പോർട്ട് വീക്ക്ലി വേൾഡ് ന്യൂസ് പബ്ലിഷ് ചെയ്യുന്നതിന് മുൻപേ തന്നെ ട്വിലൈറ്റ് സോൺ എന്ന് പറയുന്ന ഒരു TV ഷോയുടെ ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു. ആ എപ്പിസോഡിന്റെ പേരിങ്ങനെയാണ് ദ ഒഡൈസ് ഓഫ് ഫ്ലൈറ്റ് 33. ആ ഷോയുടെ കഥയും ഏതാണ്ട് ഇതുപോലെ തന്നെയായിരുന്നു. അതായത് ഒരു TV ഷോയുടെ കഥയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത്തരമൊരു വ്യാജ വാർത്ത അന്നത്തെ കാലഘട്ടങ്ങളിൽ ഇത്തരമൊരു മാധ്യമം അച്ചടിച്ചു വിട്ടതും അത് പിന്നീട് ലോകവ്യാപകമായി പ്രചരിച്ചതും. എന്താണെങ്കിലും ഇത്രയും തെളിവുകൾ നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചതുകൊണ്ട് തന്നെ ഇതൊരു വ്യാജ വാർത്തയാണ് എന്ന് വിശ്വസിക്കപ്പെടും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ 35 വർഷങ്ങൾക്ക് ശേഷം ഒരു വിമാനം പറന്നിറങ്ങി എന്നൊക്കെ പറയണമെങ്കിൽ, അല്ലെങ്കിൽ അത് വിശ്വസിക്കണമെങ്കിൽ നമ്മുടെ യുക്തിബോധത്തിന് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാവേണ്ട ഒരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമ്മളെ അത്രത്തോളം കബളിപ്പിക്കുന്ന രീതിയിൽ ആരെങ്കിലും ഈ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ടാവണം. എന്തൊക്കെയാണെങ്കിലും ഇതൊരു വ്യാജ വാർത്ത മാത്രമാണ്. ഇങ്ങനെയൊരു സംഭവം യഥാർത്ഥത്തിൽ നടന്നിട്ടില്ല എന്ന് മാത്രം തിരിച്ചറിയുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഈ വാർത്തകളെല്ലാം വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ടാവും, അവരിലേക്ക് എത്താൻ വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെങ്കിലും ഒന്ന് കമൻ്റായിട്ട് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കണം. നമുക്ക് മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ്, സൈനിങ് ഓഫ്.